ഞാൻ ജനിച്ചത് തന്നെ 1981 ഒക്ടോബർ 7 7-നാണ് ജനിച്ചത്. വിജയദശമി നാളിൽ. അതാണ് എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത്. ഈ വിജയദശമി നാളിൽ അന്ന് ജനിച്ചത് കൊണ്ടാണ് അല്ലേ അച്ഛന്റെ അമ്മൂമ്മ വിജയലക്ഷ്മി എന്ന് പേര് നൽകിയത്. അമ്മൂമ്മയാണ് പേര് നൽകിയത്. അയ്യോ, സരസ്വതി ആ നാവില് വിളയാടും എന്ന് അവരന്നേ കരുതിയിട്ടുണ്ട്. ഉറപ്പായിരുന്നു. അതാണ് പേര് നൽകിയത്. അച്ഛമ്മയുള്ളപ്പോഴൊന്നും ഗായത്രി വീണ ഇല്ലായിരുന്നു. അതാണ് ഒരു വിഷമം. അച്ഛമ്മയെ വാശി കേൾപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമായി. ഒരു വിഷമാണുള്ളത്. അത് മിസ്സായിപ്പോയി. എന്താ ചെയ്യല്ലേ? എന്തായാലും അച്ഛമ്മ മുകളിലിരുന്ന് ഉറപ്പായിട്ടും അറിയുന്നുണ്ടാവും. സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് ഞാനൊക്കെ ചിന്തിക്കും, ഒന്ന് സ്വപ്നത്തിൽ സംസാരിക്കാൻ വന്നെങ്കിൽ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമുക്ക്. അല്ലെ ഓജോ ബോർഡ് വിളിച്ചാലും അല്ലെ പുലിവലോ വേണ്ട ആവശ്യമില്ലാത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകണ്ട. എന്തിനാ വെറുതെ അവിടെ ഇരുന്നോട്ടെ ചേച്ചി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തെങ്കിലും കാര്യം വന്നപ്പോ നമുക്ക് സൈഡിൽ ചേച്ചിയുടെ ഗായത്രി വീണ കാണാം, ഒരു വീണ കാണാം. വീണ ജയറാമേട്ടൻ സമ്മാനം നൽകിയതാട്ടോ നമ്മുടെ സിനിമയുടെ. ജയറാമേട്ടൻ പിന്നെ വയലിൻ സ്ത്രീ ശക്തി അവാർഡിന് വയലിൻ കിട്ടി, കീബോർഡ്, റിതം പാഡ്, സംഭവങ്ങളൊക്കെ കിട്ടിയത്. ഇതെല്ലാം ഗിഫ്റ്റഡ് ആണ്. ഓക്കെ, ആ ഗിറ്റാറോ ചേച്ചി? ഗിറ്റാർ വാങ്ങിച്ചതാണ്. അത് അതിന്റെ ഞങ്ങളുടെ ഗായത്രി വീണ ഇലക്ട്രിഫൈഡ് ആണ്. ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് വായിക്കുന്നതാണ്. ഓക്കെ, ചേച്ചി അത് പ്ലേ ചെയ്യോ? ഗിറ്റാർ പ്ലേ ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ അതിന്റെ പിക്കപ്പ് എടുക്കുവാനായിട്ട് അങ്ങനെ പിന്നെ അത് എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെയായിരുന്നു. അതാണ് ഗിറ്റാർ. ഇവിടെ എനിക്കൊരു ഗ്രാമഫോൺ ഒക്കെ കാണാമല്ലോ. വർക്ക് ചെയ്യുന്നതാണോ? ഗ്രാമഫോണും സമ്മാനം കിട്ടി. അതും വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഒരെണ്ണം ആമ്പല്ലൂർ ശ്രീകുമാർ സാറുണ്ട്. അദ്ദേഹം ഈർക്കിലി കൊണ്ട് നിർമ്മിച്ച ഒരു ഗ്രാമഫോൺ അതുണ്ട്. അതും ആ സൈഡിൽ എനിക്ക് കാണാം. അല്ലാത്ത ഈ റിയൽ വൺ ഇത് ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷൻ ആണ്. അതെ, നല്ല സെറ്റപ്പ് ആട്ടോ. അമ്മയുടെ പേര് വിമല. പക്ഷെ ഈ വീടിന്റെ പേര് നാദബ്രം. ഉഷാ നിലയം. ആരാണ് ഉഷ? അച്ഛന്റെ സഹോദരി. ആ പേരാണ് നൽകിയിരിക്കുന്നത്. ഇപ്പൊ നാദബ്രഹ്മം നോക്കിയിട്ടുണ്ട്. നാദബ്രഹ്മം ബ്രാക്കറ്റിൽ ഉഷാ നിലയം. അങ്ങനെയാണ് പറയുക വീടിന്റെ പേര് വരുന്നത്. ഓക്കെ, ചേച്ചിയുടെ കാറാണ് താഴെ കാണുന്നത്. അതെ, ടാറ്റയുടെ. ആദ്യം വാങ്ങിയ വണ്ടി അതാണോ? ആദ്യം വിങ്ങർ ആയിരുന്നു. അത് കൊടുത്തിട്ട് അതിന് പ്രശ്നങ്ങളൊക്കെ വന്നു. അത് പിന്നെ അതിനുള്ള സർവീസിങ് ഇല്ലായിരുന്നേ. സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കൊടുത്തിട്ടാണ് എക്സാ കിട്ടിയത്. ഓക്കെ, എന്തായാലും നമുക്കിങ്ങനെ ഈ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, സ്വന്തം കഷ്ടപ്പാടിലും ഹാർഡ് വർക്കിലും വന്ന് ആ ഒരു ഉന്നതിയിലേക്ക് കയറിയ ആൾക്കാരെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും നമുക്ക് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. സംഗീതത്തിലൂടെയാണ് ചേച്ചി ആക്ച്വലി ലോകത്തെ കാണുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത്. അപ്പം ശരിക്കും ചേച്ചിയുടെ കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ആഗ്രഹം ലോക പ്രശസ്തയായ ഒരു സംഗീതജ്ഞ ആവുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അച്ഛനും അമ്മയും സാധകം ചെയ്യിക്കുമായിരുന്നു. ഇപ്പോഴും സമയമുള്ളപ്പോഴൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചേച്ചിയുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും എനിക്കും എപ്പോഴും തോന്നുന്നത് അതാ രണ്ട് കൈയും എന്നും പിടിച്ച് കൂടെ ഉണ്ടാകും. അത് തന്നെ, അതാണ്.